കൈക്കൂലി വാങ്ങുന്നതിനിടെ തെക്കിങ്കര വില്ലേജ് ഓഫീസർ, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവർ വിജിലൻസ് പിടിയിൽ. സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായാണ് കൈക്കൂലി വാങ്ങിയത്. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ UDF പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ചെന്നിത്തല. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭക്തി നിർഭരമായി ഒന്നാം താലപ്പൊലി. ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി മലയരയന്മാരെത്തി. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷവും 4 മാസവും കഠിന തടവ്. ചേറ്റിപ്പുഴ പള്ളത്ത് വീട്ടിൽ ഷിബിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. തെക്കിങ്കര വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഹാരിസ് എന്നിവർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിൽ. കോണത്തുകുന്ന് സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായാണ് കൈക്കൂലി വാങ്ങിയത്. ഇതേ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിൽ പരാതിപ്പെടുകയായിരുന്നു. ഫിനോൾ പുരട്ടിയ നോട്ട് പരാതിക്കാരനിൽ നിന്ന് വില്ലേജ് ഓഫീസർ സാദിഖും ഹാരിസും സ്വീകരിക്കുന്ന സമയം വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസിൽ വെച്ച് പിടികൂടുകയാണുണ്ടായത്. വിജിലൻസ് സംഘത്തിൽ ഡിവൈഎസ്പി KC സേതു, ഇൻസ്പെക്ടർമാരായ സജിത് കുമാർ, ജയകുമാർ, സുദർശൻ, CPMമാരായ വിബീഷ്, സൈജു, സോമൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. പാവപ്പെട്ട നിരവധി കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്ന പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം പിൻവലിക്കാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി UDF രംഗത്ത് വരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കരട് വിജ്ഞാപനം പിൻവലിച്ച് പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP നയിച്ച തീരദേശ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA അബ്ദുൽ റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, അനിൽ അക്കര, CC ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭക്തി നിർഭരമായി ഒന്നാം താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി ആഘോഷത്തിന്റെ 1ാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമായിരുന്നു. രാവിലെ ക്ഷേത്രാങ്കണത്തിൽ കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ സവാസിനി പൂജ നടത്തി. ദീർഘ സുമംഗലി വരത്തിനായി അവിലും പഴവും മറ്റും നിവേദിക്കുന്ന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറയിലാണ് നടന്നത്. കുടുംബി സമുദായത്തിന്റെ വകയായുള്ള ആടിനെ നടത്തള്ളലും 1ാം താലപ്പൊലിയുടെ ഭാഗമാണ്. തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിക്കുന്ന ആടുകളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ആടിനെ നടത്തള്ളൽ. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി എത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കത്തിവീശി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷവും 4 മാസവും കഠിന തടവ്. ചേറ്റിപ്പുഴ പള്ളത്ത് വീട്ടിൽ രാമകൃഷ്ണൻ മകൻ ഷിബിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2022 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന ചേറ്റിപ്പുഴ സ്വദേശി അതുൽ രാജിനെ തടഞ്ഞു നിർത്തി കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചുവെന്ന സംശയത്താൽ കത്തിവീശി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതുൽ രാജ് സുഹൃത്ത് വൈശാഖിന്റെ വീട്ടിൽ ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. പ്രതി ഷിബിൻ അയൽവാസിയായ ബന്ധുവിനെ കൊലപ്പെടുത്തിയതടക്കം 11ഓളം കേസുകളിൽ പ്രതിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ, അഡ്വക്കേറ്റ് പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ വെങ്കിടങ്ങിലെ ചുവരെഴുത്ത് മായ്പിച്ച് TN പ്രതാപൻ. ചിഹ്നം മാത്രം വരയ്ക്കാനാണ് നിർദ്ദേശം നൽകിയതെന്ന് പ്രതാപൻ വ്യക്തമാക്കി. പ്രഖ്യാപനമുണ്ടാകാതെ പേരെഴുതരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും പ്രതാപൻ പറഞ്ഞു. ഈ മാസം തുടക്കത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ വിജയിപ്പിക്കുക എന്ന സന്ദേശവുമായി ചുവരെഴുത്തുകൾ തുടങ്ങിയത്. വെങ്കിടങ്ങിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതായി മണ്ഡലം ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. ഒതളൂർ ഭാഗത്തു നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് മൂലം കടവല്ലൂർ പാടശേഖരത്തിലെ ചീരംകുറ്റി ഞാൽ ഭാഗത്തെ കൊയ്ത്തിന് പാകമായ നെൽവയലിൽ വെള്ളക്കെട്ട്. യന്ത്രമിറക്കാൻ സാധിക്കാത്തതിനാൽ കൊയ്ത്ത് നീളുകയാണെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഒതളൂർ ബണ്ടിന്റെ ഷട്ടർ അടച്ച് ഈ വെള്ളം തോട്ടിൽ ശേഖരിച്ചതാണ് പ്രശ്നമായത്. വെള്ളം ചെറുതോടുകളിലൂടെ ഒഴുകി വിളഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളിൽ എത്തുകയായിരുന്നു. തോട്ടിൽ വെള്ളം സംഭരിച്ചിട്ടില്ലെങ്കിൽ
വേനലിൽ കടവല്ലൂരിലെയും വേമ്പൻപടവിലെയും കൃഷിക്ക് ജലസേചനത്തിന് വെള്ളം മതിയാകാതെ വരും. സംഭരിച്ച വെള്ളം വിളഞ്ഞ പാടങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രശ്നമെന്ന് കർഷകർ പറയുന്നു. കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒതളൂർ ബണ്ടിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുന്നുണ്ട്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കോട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ട്രാൻസ്ഫോർമർ ഭിത്തിയിൽ ഇടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ട്രാൻസ്ഫോർമർ ഭിത്തിയും കാറിന്റെ മുൻഭാഗവും തകർന്നു. മുണ്ടൂർ വെലേക്കാട് പ്ലാസ്റ്റിക് വാതിലുകൾ ഉണ്ടാക്കുന്ന സാൻഡോർ കമ്പനിയിൽ അഗ്നിബാധ. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ സന്ദീപ്, ശ്രീഹരി, പ്രകാശൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. വാഴക്കോട് വളവിലാണ് അപകടം. പരിക്കേറ്റവരെ ഊട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പഴയന്നൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ആർക്കും പരിക്കില്ല. പഴയന്നൂർ വടക്കേത്തറ പാറപ്പുറം കുന്നത്ത് വീട്ടിൽ ശാരദയുടെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. മേൽക്കൂരയുടെ പകുതിയോളം ഭാഗവും തകർന്നു വീണു. ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ശാരദ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ ജോയ് ചെന്നൈയിലെ വസതിയിലാണ് അന്തരിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. മലയാള ചലച്ചിത്ര ഗാന ലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെട്ട ഇദ്ദേഹം 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി. എൻ സ്വരം പൂവിടും ഗാനമേ, കസ്തൂരിമാൻ, മിഴി, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ തുടങ്ങിയ ജോയിയുടെ ഗാനങ്ങൾ ഏറെ ജനപ്രിയങ്ങളാണ്. 1975-ൽ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് KJ ജോയ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. കീബോർഡ് ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ 70-കളിൽ സിനിമയിൽ എത്തിച്ചത് ജോയിയാണ്. 1994-ൽ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദാദ ആയിരുന്നു ഈണമിട്ട അവസാന ചിത്രം. വെങ്കിടങ്ങ് ശങ്കരനാരായണ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം കരയ്ക്കെടുത്തു. വടക്കാഞ്ചേരി വാഴാനി മേഖലയിൽ റോഡിന് ഇരുവശത്തും സ്ഥിരമായി വൈദ്യുതി തൂണുകൾ കൂട്ടിയിടുന്നത് കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയാകുന്നു. PWD റോഡ് കയ്യേറി പോസ്റ്റുകൾ സൂക്ഷിക്കുന്ന KCB കരാറുകാരുടെ നടപടിക്കെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒട്ടേറെ അപകടങ്ങൾക്ക് റോഡരികിലെ പോസ്റ്റുകൾ കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഉടനടി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഫ്ലക്സ് പൊളിഞ്ഞിളകിയത് അപകട ഭീഷണിയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പരിപാടിയുടെ പ്രചാരണവുമായി സ്ഥാപിച്ച ഫ്ലക്സാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കാറ്റിനെ തുടർന്നാണ് ഫ്ലക്സ് പൊളിഞ്ഞിളകിയത്. ഫ്ലക്സിന്റെ ഭാഗങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഫ്ലക്സ് നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28-29 തീയതികളിലാണ് മണത്തല ചന്ദനക്കുടം നേർച്ച. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത്. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ, മുദരിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, അബ്ദുൽ ലത്തീഫ് ഫൈസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് PK ഇസ്മായിൽ കൊടികയറ്റി. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും ഇതോടെ തുടക്കം കുറിച്ചു. പെരുമ്പിലാവ് KCB സെക്ഷന്റെ കീഴിലുള്ള കൊങ്ങണൂർ സബ്സ്റ്റേഷനിൽ 2 11 kV ഫീഡറുകൾ കൂടി സ്ഥാപിക്കാൻ തുടങ്ങി. പെരുമ്പിലാവ് സെന്ററിൽ അടിക്കടി വൈദ്യുതി നിലയ്ക്കുന്നത് കച്ചവടത്തെ ബാധിക്കുന്നു എന്ന് വ്യാപാരികൾ ആരോപിച്ചിരുന്നു. ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട സാധനങ്ങൾ വിൽക്കുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നത്. പുതിയ ഫീഡറുകൾ വരുന്നതോടെ വൈദ്യുതി തടസ്സത്തിനും വോൾട്ടേജ് പ്രശ്നത്തിനും പരിഹാരമാകും. വൈദ്യുതി പ്രസരണ നഷ്ടം പകുതിയോളം കുറയുമെന്നും KCB അധികൃതർ പറഞ്ഞു.
ജ്യോതിഷ പണ്ഡിതൻ വടക്കാഞ്ചേരി വാര്യം PV സേതുമാധവ വാര്യർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തൃശൂർ പാറമേക്കാവ് ജ്യോതിഷ ഗുരുകുലത്തിൽ ആചാര്യനായിരുന്നു. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിലുള്ള PSV നാട്യസംഘത്തിലെ അധ്യാപകനുമായിരുന്നു. ജ്യോതിഷ സംബന്ധമായത് ഉൾപ്പെടെ 10ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പന്നിത്തടം മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി മജ്ലിസുന്നൂർ വാർഷികവും ദിക്ർ ഹദ്ദാദ് വാർഷിക മഹാസംഗമവും സംഘടിപ്പിച്ചു. സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ മുഖ്യാതിഥിയായി, മക്കാം സയ്യിദ് കൊച്ചുകോയ തങ്ങൾ, മക്കാം സിയാറത്തിന് ഹബീബ് തങ്ങൾ നേതൃത്വം നൽകി. മജ്ലിസുന്നൂർ വാർഷിക സംഗമത്തിന് സയ്യിദ് OMSF തങ്ങൾ നിസാമി മേലാറ്റൂർ നേതൃത്വം നൽകി. മഹൽ മുഹമ്മദ് സ്വാലിഹ് അൻവരി ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായതോടെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന നെടുപുഴ റെയിൽവേ ഗേറ്റിലൂടെയുള്ള യാത്ര ഏറെ ദുരിതമായിരുന്നു. ഗേറ്റ് അടച്ചാൽ 2-3 തീവണ്ടികൾ കടന്നുപോകുന്ന അത്രയും സമയം ഗേറ്റിൽ വാഹനങ്ങൾ നിറയും. ഗേറ്റ് തുറന്നാൽ വീതി കുറഞ്ഞ റോഡിൽ തിക്കിത്തിരക്കി വാഹനങ്ങൾ കടന്നുപോകുമ്പോഴേക്കും വീണ്ടും ഗേറ്റ് അടയ്ക്കാനുള്ള സിഗ്നൽ വന്നിരിക്കും. ഇതോടെ തിക്കിത്തിരക്കി വാഹനങ്ങൾ കടന്നുപോകാൻ ശ്രമിക്കുന്നത് വലിയ തർക്കങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമായിരുന്നു. നെടുപുഴ പനമുക്ക് പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ജനങ്ങളുടെ ആശ്രയമായിരുന്ന ഈ റോഡിൽ റെയിൽവേ ഗേറ്റിനെ ശപിച്ചാണ് എന്നും യാത്രക്കാർ കടന്നുപോയിരുന്നത്. ബസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം വീതി കുറഞ്ഞ റോഡും ഇവിടെ ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും ഇരട്ടിയാക്കി. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നത്. നിലവിലെ ഗേറ്റിന് സമീപത്തായി വലിയാൽക്കൽ സെന്ററിൽ നിന്ന് നേരിട്ടുള്ള റോഡ് വഴിയാണ് മേൽപ്പാലം വരുന്നത്. ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നഷ്ടപരിഹാര തുക ഉടമകൾക്ക് നൽകി തുടങ്ങി. ഓഗസ്റ്റ് മാസത്തിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 12.91 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. 79 പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. 46 പേർക്ക് നഷ്ടപരിഹാരവും 15 പേർക്ക് പുനരധിവാസ പാക്കേജും നൽകിക്കഴിഞ്ഞു. ഭാഗികമായി വീട് നഷ്ടപ്പെട്ട 7 പേരും കടകൾ നഷ്ടപ്പെട്ട 9 പേരുമാണ് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കിയാൽ ബാക്കിയുള്ളവർക്കും ഉടൻ നഷ്ടപരിഹാരം കൈമാറും. വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമില്ലാതെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ റെയിൽവേ മേൽപ്പാലമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് നെടുപുഴ നിവാസികൾ. TCV തൃശൂർ. സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചാരണ ജാഥ നടന്നു. TN പ്രതാപൻ MP വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റിക്കായുള്ള വീൽചെയർ സമർപ്പണവും MP നിർവഹിച്ചു. സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ NA മാഹിൻ, സൊസൈറ്റി സെക്രട്ടറി KPR സതീശൻ, കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. പഠിപ്പില്ലാത്ത ദിവസം സ്കൂൾ വിട്ടു ചെന്നാലും അമ്മാമേനെ എടുത്തു ചെല്ലും, അമ്മാമേനെ തലോടും തൊടും, അമ്മാമേനെ സ്നേഹിക്കും, അമ്മാമേനെ പരിചരിക്കും. നിങ്ങൾ ഏതെങ്കിലും മക്കള് നിങ്ങളുടെ വീട്ടിൽ വയ്യാത്ത നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടെ സ്നേഹം കാണിക്കുന്നത് കൈവയ്ക്കുക. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠ്രിമഠത്തിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആതിര ദേവരാജൻ, റിജു മാവേലി, MS സുനിത തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ സജിത്ത് ഗുരുക്കൾ സ്മാരക പ്രഥമ പുരസ്കാരം പ്രശസ്ത ഹസ്ത്യായുർവേദ പണ്ഡിതൻ നാഗേരി വാസുദേവൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. വെള്ളാറ്റഞ്ഞൂർ പൗരബലി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത ആയുർവേദ ഡോക്ടറും സംഗീതജ്ഞനുമായ ബാജി പുരസ്കാരം സമർപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PN അനിൽ അധ്യക്ഷനായി. പ്രശസ്ത ശില്പി രാജൻ കായൽപുരയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ, വേണു വാര്യർ, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, P രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹവുമായി പങ്കിട്ടതിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുണ്ടായിരിക്കും.
സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ടാലന്റ് മീറ്റ് ആൺകുട്ടികളുടെ മത്സരത്തിൽ വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. ദശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളുടെ മത്സരങ്ങൾ 20-21 തീയതികളിലായി നടക്കും. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. SNEC ഗവേണിംഗ് കൗൺസിൽ അംഗം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. ക്ഷണിക്കുന്നു, അത് സ്വീകരിക്കുന്നതിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം ട്രോഫി സ്വീകരിക്കുന്നതിനായി വിദ്യാർത്ഥികളെ ഒക്കെ ലഭ്യമാക്കി തന്നിട്ടുണ്ട്. CPM വടക്കാഞ്ചേരി ഏരിയ തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായിരുന്നു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, KM അഷ്റഫ്, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കിഴിപ്പള്ളിക്കര ആന്ത്രോപോവ് സോക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ അനുമോദിച്ചു. ആസാമിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അർജുൻ മോഹൻ, JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ രാജേഷ് എന്നിവരെയാണ് ആദരിച്ചത്. മുൻ MLA ഗീത ഗോപി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി TV ദീപു അധ്യക്ഷനായിരുന്നു. CP സാലിഹ് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഉന്നത വിജയം നേടി ഡോക്ടറേറ്റ് നേടിയാണ് ഈ നാടിന്റെ ദേശീയ താരങ്ങളായി കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായി. ദിവ്യബലിക്ക് ഫാദർ വിൽസൺ മൂക്കനം പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫെമിൻ ചിറ്റിലപ്പള്ളി സന്ദേശം നൽകി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി നേതൃത്വം നൽകി. വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CP സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ജിഷ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ J വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കുണ്ടാഴി പഞ്ചായത്തിൽ പേവിഷ പ്രതിരോധ യജ്ഞം സംഘടിപ്പിച്ചു. ചെറങ്ങര സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷനായിരുന്നു. അംഗങ്ങളായ P രാജേഷ്, EK മനോജ്, വെറ്റിനറി ഡോക്ടർ സന്ധ്യ അച്യുതൻ എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുല്ലാഹി കാർന്നൂരുപ്പാപ്പയുടെ 141 ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നസീഹത്ത്, ദുവാ മജ്ലിസ് എന്നിവയ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ, ഫൈസി, അൽ ബുഖാരി മുളവൂർ നേതൃത്വം നൽകി. PM അബൂബക്കർ ഹാജി കൊടി ഉയർത്തി. മഹൽ സെക്രട്ടറി MI താജുദ്ദീൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. നിസ്കാരമല്ല നമ്മൾ രക്ഷപ്പെടുത്തുന്നത്, നോമ്പ് മാത്രമല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ച ലോകത്ത് പടച്ച തമ്പുരാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അപ്പുറം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യനായിരുന്നിട്ട് കൂടെ അവിടുത്തെ മതിലകം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം നേതൃത്വം നൽകി. ഫാദർ വിൽസൺ തറയിൽ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. കൗമാര പ്രതിഭകളുടെ പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ടീനേജ് ആർട്ട് പ്രദർശനത്തിന് കോടാലിയിലുള്ള ഫോട്ടോ മ്യൂസ് M വിജയകുമാർ മേനോൻ സ്മാരക ഓപ്പൺ ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ബാലചിത്രകാരി ദേവഹാര, ബാലചിത്രകാരൻ നിലാകൃഷ്ണൻ എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ക്യൂറേറ്റർ സുനിൽ സബല്യ, ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, പ്രിയ ഷിബു, ശ്രീനി പുല്ലരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ തയ്യാറാക്കുന്ന സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രകാശനം നിർവഹിച്ചു. SMC ചെയർമാൻ PT സുശാന്ത് അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ R രാധികയെ ചടങ്ങിൽ ആദരിച്ചു.
മുഖ്യ അതിഥിയായി നമ്മുടെ വാർഡിന്റെ ആ കുട്ടി വളരെ വ്യക്തമായി കുന്നംകുളം വടുതല GUP സ്കൂളിന്റെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന ശതവാർഷിക ആഘോഷം സമാപിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നടനും സെന്റിനറി കമ്മിറ്റി ചെയർമാനുമായ VK ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർമാരായ ഷക്കീന മിൽസ, AS സുജീഷ്, രജി വിജു, സിഗ്മ രജീഷ് എന്നിവർ പങ്കെടുത്തു. എല്ലാവരും കേട്ട് മനസ്സിനകത്തേക്ക് ഉൾക്കൊള്ളും. ആദ്യമായിട്ട് നിരാഹാരം കിടക്കുന്നോട് ചോദിക്കുക, രാത്രി വല്ലതും തിന്നാൻ പറ്റുമോ? ലോകാരംഭം മുതലൊക്കെ കണ്ടുവരുന്ന ഒന്നല്ലേ പ്രേമം. നമ്മൾ പട്ടിണി കിടക്കാൻ തീരുമാനിച്ച് മേലൂർ ദേവരാജഗിരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിനിടെ യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 5 പേർ കൂടി പിടിയിലായി. പൂലാനി സ്വദേശികളായ അമ്പാട്ടുപറമ്പിൽ രാഹുൽ, കളപ്പുരയ്ക്കൽ മിഥുൻ, തെക്കൂടൻ ആൽവിൻ, മൂക്കന്നൂർ കാരമറ്റം സ്വദേശികളായ വലിയോളിപ്പറമ്പിൽ അനന്തു, ചാമുരുത്തി അതുൽ എന്നിവരെയാണ് SHO BK അരുൺ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ന് പുലർച്ചെ കാവടിയാട്ടത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ മുന്നൂർപ്പള്ളി സ്വദേശി ജിഷ്ണുവിനെ പ്രതികൾ വടികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായി നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബദ് ക്ലേവിന് തുടക്കമായി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ പഠന രീതികൾ പരിചയപ്പെടുത്തുക, വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബദ് ക്ലേവ് സംഘടിപ്പിക്കുന്നത്. യൂഹന്നാൻമാർ അത്തനേഷ്യസ് സ്മാരക ബാസ്കറ്റ്ബോൾ ടൂർണമെന്റോടെയാണ് ബദ് ക്ലേവിന് തുടക്കമായത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രീനു P. വർക്കി, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 8 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. 15 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന ബദ് ക്ലേവിൽ സെമിനാർ, കലാ സാംസ്കാരിക പരിപാടികൾ, ഡിജിറ്റൽ ഫെസ്റ്റ്, വെബിനാർ, എക്സിബിഷൻ, വിദ്യാഭ്യാസ എക്സ്പോ എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി വാങ്ങുന്നതിനിടെ തെക്കുംകര വില്ലേജ് ഓഫീസർ, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവർ വിജിലൻസ് പിടിയിൽ. സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായാണ് കൈക്കൂലി വാങ്ങിയത്. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ UDF പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ചെന്നിത്തല. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭക്തി നിർഭരമായി 1-ാം താലപ്പൊലി. ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി മലയറയന്മാരെത്തി. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷവും 4 മാസവും കഠിന തടവ്. ചേറ്റിപ്പുഴ പള്ളത്തുവീട്ടിൽ ഷിബിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.